ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിൽ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എയർ വെഡ്ജിൻ്റെ ഡെറിവേഷൻസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എയർ വെഡ്ജ് എന്ന് നമുക്കറിയാം, ലാബിലായാലും അതെ തിയറിയിലായാലും അതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് എയർ വെഡ്ജിൻ്റെ ഒരു സെറ്റപ്പ് എന്നുള്ളത് നമുക്കറിയാം. ഒരു മൈക്രോസ്കോപ്പ്, ട്രാവലിംഗ് മൈക്രോസ്കോപ്പ്, പിന്നെ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസ് റോഡ് യൂസ് ചെയ്തിട്ട് അതിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇവിടെ 2 ഗ്ലാസ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ ഒബ്ജക്റ്റും വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് പ്ലേറ്റിനെ നമ്മൾ G1 എന്നും ഇതിനെ G2 എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോഴ്സാണിത്. ഓക്കെ, ഇതെല്ലാവർക്കും ക്ലിയറില്ല. ഇവിടുന്ന് ലൈറ്റ് വന്നിട്ട് ഇതിൽ ഹിറ്റ് ചെയ്തിട്ട് ഇവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ സർഫസിലൂടെ ഇത് നടന്നിട്ട് ഇൻ്റർഫറൻസ് നടന്ന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് മൈക്രോസ്കോപ്പ് വഴി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. മൈക്രോസ്കോപ്പിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇവിടെ കൺസിഡർ ചെയ്യാം. ഈ പോർഷനാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗ്ലാസ് പ്ലേറ്റ് 1, ഗ്ലാസ് പ്ലേറ്റ് 2, തിക്നെസ് എന്ന് പറയുന്നത് D ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതൊരു പാർട്ടിലെ തിക്നെസ് നമ്മൾ TN ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഇതിനപ്പുറത്ത് M ഫ്രിഞ്ചസും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ തിക്നെസ് TN+M ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ തീറ്റ. ഈ ഗ്ലാസ് റോഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മിനിമം ആവാനുള്ള കണ്ടീഷൻ എന്താ? 2 mu T cos R = N λ അല്ലേ. അപ്പോൾ എയർ ആയതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ അതുപോലെ cos R മാക്സിമം കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 0 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ നമുക്ക് 1 cos R = 1 എന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ 2Tn = N λ എന്ന് കിട്ടിയില്ലേ മിനിമം കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അതുപോലെ Tn+M എന്നുള്ള പോയിന്റിൽ എന്തായിരിക്കും? 2 × Tn+M = N+M λ. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിനെ സബ്ട്രാക്ട് ചെയ്യാം. അതായത് ഈ ഇക്വേഷനെ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 × Tnm + N+M - Tn = N+M - N × λ. അതായത് n ക്യാൻസലായി പോകുന്നു. അപ്പോൾ M λ/2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇവിടെ M ഫ്രിഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ തിക്നെസ് Tn, ഇവിടെ പോയിന്റിൽ തിക്നെസ് Tn+M ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത്രയും ഭാഗത്ത് തിക്നെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Tn+M - Tn അല്ലേ. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു റീജിയനാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് M λ/2 എന്ന് കിട്ടി. ഇനി ഈ ട്രയാങ്കിൾ നമ്മൾ പുറത്തേക്ക് എടുത്ത് വരച്ചേക്കുകയാണ്. അതിൽ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Tn+M - Tn/h അല്ലേ. അപ്പോൾ ടാൻ തീറ്റനെ സ്മാൾ ആകുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് തീറ്റ എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? Tn+M - Tn/h എന്ന് വരില്ലേ. h എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ Tn+M - Tn കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും θh എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ രണ്ടിനെ ഈക്വേറ്റ് ചെയ്യാണ്. അതായത് 2s⁻θ = M λ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് S/M = λ/2θ എന്ന് കിട്ടും. S/M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റയാണ്. β = λ/2θ എന്നുള്ളത് കിട്ടും. h എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് M ഫ്രിഞ്ചസ് ആണ്. S/M എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് 1 ഫ്രിഞ്ച് ആണ്. അതിനെ നമുക്ക് എന്താ വിളിക്കുക? ബാൻഡ് വിഡ്ത്ത് അല്ലേ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രിഞ്ചിൻ്റെ ലെങ്ത്ത് അല്ലേ. β = h/M, β = λ/2θ എന്ന് എഴുതി കൂടെ അതിന്. പിന്നെ ആംഗിളിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ പറയുക? ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ D/L. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ λL/2D എന്ന് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. D പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും? λL/2β. മീഡിയം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് λL/2 mu β എന്ന് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എയർ വെഡ്ജിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, എയർ വെഡ്ജിൻ്റെ ഇത് നമ്മളിപ്പോൾ സോൾവ് ചെയ്തേക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.